എ ഒ സ്റ്റാർ അതിൻ്റെ അൽഗോരിതം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അടുത്തത് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷനാണ് പറയുന്നത്. കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോബ്ലം സ്റ്റേറ്റ് ഡിസ്കവർ ചെയ്യാനുള്ള സെർച്ച് ടെക്നിക്കിനെയാണ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് can be viewed as problems of constraint satisfaction in which goal is to discover some problem state that satisfies a certain set of constraints. ഡിസൈൻ ടാസ്കുകൾ നമുക്ക് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം ആയിട്ട് പറയാം. കാര്യം എന്താണ്, ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലിമിറ്റ് ആയിരിക്കണം. ടൈമിലും കോസ്റ്റിലും മെറ്റീരിയലും ഒക്കെ കുറച്ച് മെറ്റീരിയലായിരിക്കും, കുറച്ച് ടൈം ആയിരിക്കും, പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ അതിനുള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ കൺസ്ട്രെയിൻസിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സെർച്ച് കുറയ്ക്കാൻ പറ്റും, സാധാരണ കൺസ്ട്രെയിൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു മെത്തേഡിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പറയാം, കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ സെർച്ച് പ്രൊസീജിയർ ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ സ്പേസ് ഓഫ് കൺസ്ട്രെയിൻറ്റ് സെറ്റ്. ദ ഇനിഷ്യൽ സ്റ്റേറ്റ് കണ്ടെയ്ൻസ് കൺസ്ട്രെയിൻറ്റ്സ് ദാറ്റ് ആർ ഒറിജിനലി ഗിവൺ ഇൻ ദ പ്രോബ്ലം ഡിസ്ക്രിപ്ഷൻ. എ ഗോൾ സ്റ്റേറ്റ് ഈസ് എനി സ്റ്റേറ്റ് ദാറ്റ് ഹാസ് ബീൻ കൺസ്ട്രെയിൻഡ് ഇനഫ് where enough must be defined for each problem. എക്സാമ്പിൾ ക്രിപ്റ്റ് അർത്ഥമാറ്റിക്, അതിൻ്റെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഓരോ ലെറ്ററിന് പകരം എന്തായിരിക്കും ഒരു ന്യൂമറിക് വാല്യൂ കാണും. അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലംസ് എന്ന് പറയാം. കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷന് 2 സ്റ്റെപ്പാണ് സാധാരണ. ഫസ്റ്റ് കൺസ്ട്രെയിൻസിനെ ഡിസ്കവർ ചെയ്യണം, എന്നിട്ട് പ്രൊപ്പഗേറ്റഡ് ആസ് ഫാർ ആസ് പോസിബിൾ ത്രൂ ഔട്ട് ദ സിസ്റ്റം. ആദ്യം കൺസ്ട്രെയിൻസ് എന്താണെന്ന് തീരുമാനിച്ചിട്ട് ആ സിസ്റ്റത്തിൽ മൊത്തം അത് അതിനെക്കുറിച്ചുള്ള തീരുമാനം പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇഫ് ദർ ഇസ് സ്റ്റിൽ നോട്ട് എ സൊല്യൂഷൻ, സെർച്ച് ബിഗിൻസ്. പെട്ടെന്ന് സൊല്യൂഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സെർച്ച് ബിഗിൻ ചെയ്യും. എ ഗെസ് അബൌട്ട് സംതിങ് ഈസ് മെയ്ഡ് ആൻഡ് ആഡഡ് ആസ് എ ന്യൂ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഒരു പുതിയൊരു കാര്യം കൂടെ നോക്കിയിട്ട് അതിനൊരു പുതിയ കൺസ്ട്രെയിൻ്റ് ആയിട്ട് ആഡ് ചെയ്യും. പ്രൊപ്പഗേഷൻ ക്യാൻ ദെൻ ഒക്കർ വിത്ത് ദിസ് ന്യൂ കൺസ്ട്രെയിൻറ്റ് ആൻഡ് സോ ഫോർത്ത്. ഇനി പ്രൊപ്പഗേഷൻ അറൈസസ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ദർ ആർ യൂഷ്വലി ഡിപ്പെൻഡൻസീസ് എമംഗ് കൺസ്ട്രെയിൻറ്റ്സ്. ചിലപ്പോൾ 2 കൺസ്ട്രെയിൻറ്റ്സ് തമ്മിൽ എന്ത് കാണും, ഡിപ്പെൻഡൻസീസ് കാണും. These dependencies occur because many constraints involve more than one object and many objects participate in more than one constraint. പല കൺസ്ട്രെയിൻസിലും മോർ ദാൻ 1 ഒബ്ജക്റ്റ് കാണും. അതിൽ ഓരോ ഒബ്ജക്റ്റും എന്താണ്, മോർ ദാൻ 1 കൺസ്ട്രെയിൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ പിന്നെ ഉണ്ടാവാൻ കാര്യം പ്രസൻസ് ഓഫ് ഇൻഫറൻസ് റൂൾസ് ആണ്. അവിടെ നമുക്ക് ഇൻഫറൻസ് റൂൾസിൽ നിന്ന് എന്ത് കിട്ടും, പുതിയ കൺസ്ട്രെയിൻസ് കിട്ടും. അതുപോലെ കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ ടെർമിനേറ്റ്സ് ഫോർ 1 of 2 reasons. 2 റീസൺ ഉണ്ടെങ്കിലാണ് കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ ടെർമിനേറ്റ് ആവുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാഡിക്ഷൻ ഡിറ്റക്ട് ചെയ്യും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഹാസ് റൺ ഔട്ട് ഓഫ് സ്റ്റീം ആൻഡ് ദർ ആർ നോ ഫർദർ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് കറണ്ട് നോളജ്. ഇപ്പോഴത്തെ നോളജ് കൊണ്ട് പുതിയൊരു പ്രൊപ്പഗേഷനും ചെയ്യാൻ പറ്റില്ല എന്നുള്ളപ്പോഴും കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് കോൺട്രാഡിക്ഷൻ ഡിറ്റക്ട് ചെയ്യണം, അല്ലെങ്കിൽ പുതുതായിട്ട് ഒന്നിലോട്ടും പോകാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് തുടങ്ങും. സം ഹൈപ്പോത്തസിസ് അബൌട്ട് എ വേ ടു സ്ട്രെങ്തൻ ദ കൺസ്ട്രെയിൻറ്റ്സ്. പുതിയ ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് പോസിബിൾ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പുതിയൊരു ഹൈപ്പോത്തസിസ് മേക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും, ഉദാഹരണത്തിന് ക്രിപ്റ്റ് അരിത്മെറ്റിക് പ്രോബ്ലത്തിലാണെങ്കിൽ ഒരു ലെറ്ററിന് ഒരു പർട്ടിക്കുലർ വാല്യൂ വീണ്ടും ഗെസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യും, ഇല്ലെന്നെങ്കിൽ പുതിയ കേസസ് പിന്നെയും ചെയ്യും. കോൺട്രാഡിക്ഷൻ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ബാക്ക് ട്രാക്കിംഗ് ഉണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്ന അൽഗോരിതം ഫോർ കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ എന്താണോ ഈ സെർച്ച് ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതാണ് എൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അതൊന്ന് വായിച്ചു നോക്കണം. ഒരു ക്രിപ്റ്റ് അരിത്മെറ്റിക് പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്സൊക്കെയാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രൊപ്പഗേഷൻ ഓഫ് കൺസ്ട്രെയിൻസിൻ്റെ സ്റ്റെപ്സൊക്കെ എങ്ങനെയാണ് ഒരു ക്രിപ്റ്റ് അരിത്മെറ്റിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാം, 2 ടൈപ്പ് കൺസ്ട്രെയിൻസ് ആണുള്ളത്, സിമ്പിൾ കൺസ്ട്രെയിൻസും കോംപ്ലക്സ് കൺസ്ട്രെയിൻസും. അതിൽ സിമ്പിൾ കൺസ്ട്രെയിൻസിന് പൊതുവേ ഡൈനാമിക് ആയിട്ടാണ് വാല്യൂ ലിസ്റ്റിംഗ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, സിമ്പിൾ വാല്യൂ ലിസ്റ്റിംഗ് കൺസ്ട്രെയിൻസ് ആർ ഓൾവേസ് ഡൈനാമിക്, സോ മസ്റ്റ് ഓൾവേസ് ബി റെപ്രസെൻറ്റ് എക്സ്പ്ലിസിറ്റ്ലി ഇൻ ഈച്ച് പ്രോബ്ലം സ്റ്റേറ്റ്. അതേസമയം കോംപ്ലിക്കേറ്റഡ് കൺസ്ട്രെയിൻസ് ആണെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടായിരിക്കും ചിലപ്പം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 തരം കൺസ്ട്രെയിൻസ് ഉണ്ട്, എന്താണ് സിമ്പിളും കോംപ്ലക്സും. ഈ എന്താണ് സിമ്പിൾ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ പോസിബിൾ വാല്യൂസ് ഓഫ് എ സിംഗിൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ, കോംപ്ലക്സ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആയിരിക്കും കാണിക്കുന്നത്.
ഇനി നമുക്ക് അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മീൻസ് ആൻഡ് അനാലിസിസ് ആണ്. ലാസ്റ്റ് ഹ്യൂറിസ്റ്റിക് സെർച്ച് ടെക്നിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ മിക്സഡ് സ്ട്രാറ്റജിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യും, mixed strategy would make it possible to solve major parts of a problem first and then go back and solve the small problems that arise in gluing the big pieces together. ഉദാഹരണത്തിന് ഒരു വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ മേജർ പാർട്ടൊക്കെ സോൾവ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ച് എന്നിട്ട് കുഞ്ഞു പാർട്ടുകൾ സോൾവ് ചെയ്യും. അങ്ങനെ പല സ്റ്റെപ്പിൽ സോൾവ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും, മീൻസ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മീൻസ് ആൻഡ് അനാലിസിസ് പ്രോസസ് സെൻറ്റേഴ്സ് അറൗണ്ട് ദ ഡിറ്റക്ഷൻ ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ദ ഗോൾ സ്റ്റേറ്റ്. ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് എത്ര ഡിഫറൻസ് ഉണ്ട് ഗോൾ സ്റ്റേറ്റ്, അതിനാണ് മീൻസ് ആൻഡ് അനാലിസിസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വൺ സച്ച് ഡിഫറൻസ് ഈസ് ഐസൊലേറ്റഡ്. അങ്ങനെ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യും, ഒരു ഓപ്പറേറ്ററിന് കണ്ടുപിടിക്കും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ആ ഓപ്പറേറ്റർ കറണ്ട് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു സബ് പ്രോബ്ലം സെറ്റ് ചെയ്യും ആ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന. ദിസ് കൈൻഡ് ഓഫ് ബാക്ക്വേർഡ് ചെയിനിങ് ഇൻ വിച്ച് ഓപ്പറേറ്റേഴ്സ് ആർ സെലക്ടഡ് ആൻഡ് ദെൻ സബ് ഗോൾസ് ആർ സെറ്റപ്പ് ടു എസ്റ്റാബ്ലിഷ് ദ പ്രീ കണ്ടീഷൻസ് ഓഫ് ദ ഓപ്പറേറ്റർ ഇസ് കോൾഡ് ഓപ്പറേറ്റർ സബ് ഗോളിങ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓപ്പറേറ്ററിനെ കണ്ടുപിടിക്കുകയാണ് കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താൻ. പക്ഷേ അത് ഈ കറണ്ട് സ്റ്റേറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അത് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റും കൂടെ കണ്ടുപിടിക്കും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു, ഓപ്പറേറ്റർ സബ് ഗോളിങ് എന്ന് പറയുന്നത്. അടുത്ത പ്രോഗ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പടം. എങ്ങനെയാണ് ഒരു റോബോട്ട് ഒരു ടേബിളിന് മുകളിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് ടേബിൾ എങ്ങനെ അത് വേറൊരു സ്ഥലത്തോട്ട് നീക്കും എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റിനാണെങ്കിൽ നമ്മൾ പുഷോ ക്യാരി ചെയ്യും, റോബോട്ടിനാണെങ്കിൽ വാക്ക് അതാണ് നമ്മൾ പറയുന്നത്. അതേസമയം ക്ലിയർ ഒബ്ജക്റ്റിനെ എടുക്കണമെങ്കിൽ നമ്മൾ പിക്കപ്പ് പറയും. അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണമെങ്കിൽ പ്ലേസ് പറയും. അതുപോലെ ഒരു റോബോട്ടിൻ്റെ ആം എംപ്റ്റി ചെയ്യണമെങ്കിൽ പുട്ട് ഡൗൺ എന്നുള്ള കമാൻഡ് കൊടുക്കും. പിന്നെ ഹോൾഡിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ വീണ്ടും പിക്കപ്പ് കൊടുക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് മീൻസ് ആൻഡ് അനാലിസിസ് വഴി റോബോട്ടിനെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കുന്നതാണ് അടുത്ത ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, റോബോട്ട് വാക്ക് ചെയ്യും, എന്നിട്ടൊരു സംഭവം പിക്ക് ചെയ്യും, എന്നിട്ട് അത് താഴെ എടുത്ത് വയ്ക്കും, എന്നിട്ട് ആ ടേബിൾ പിക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ദൂരെ കൊണ്ട് അടുത്ത റൂമിൽ കൊണ്ട് വയ്ക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ടേബിളിനെ വീണ്ടും നീക്കിക്കൊണ്ട് വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും സാധനം വീണ്ടും മുകളിൽ വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് മീൻസ് ആൻഡ് അനാലിസിസ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാം.